പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സൈന്യവും ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന അവിടുത്തെ ചാര സംഘടന, അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, ഇവരെല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് പഹൽഗാം ആക്രമണത്തെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ റിപ്പോർട്ടിൻ്റെ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് ഇവരെ സംയുക്തമായിട്ട് ഈ പദ്ധതി ഏൽപ്പിച്ചിരുന്നു. ഇത് കൃത്യമായിട്ട് നടപ്പാക്കുകയായിരുന്നു. അങ്ങനെ നടപ്പാക്കുമ്പോൾ അതിൽ പാകിസ്ഥാൻകാരായ ഭീകരവാദികൾ മാത്രമേ ഉൾപ്പെടാവൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഒരു കാരണവശാലും കാശ്മീരികരായ ആളുകളോ തദ്ദേശീയരായ ആളുകളെയോ ഈ ആക്രമണത്തിൽ പങ്കെടുപ്പിക്കരുത്. ഇതായിരുന്നു പാകിസ്ഥാൻ്റെ നിർദ്ദേശം. അപ്പോൾ 26/11 മുംബൈ ആക്രമണം നടന്നത് ഏത് രീതിയിലാണോ അതിന് സമാനമായ രീതിയിൽ ഒരു ആക്രമണം നടത്തണമെന്നാണ് ആദ്യം ലക്ഷ്യമിട്ടത്. അതായത് ഒറ്റ ആക്രമണത്തിൽ തന്നെ 100-ലധികം പേരെ കൊല്ലുന്ന തരത്തിലുള്ള വലിയൊരു അറ്റാക്ക്. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്റർ സർവീസ് ഇൻ്റലിജൻസും ലഷ്കർ എ തോയ്ബയും പദ്ധതിയിട്ടത്. ഇതിൽ രാഷ്ട്രീയ നേതാക്കളുടെ, അതുപോലെ തന്നെ സൈന്യത്തിലെ ഉന്നതരായ ചില ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നിവിടെ വ്യക്തമാക്കുകയാണ്. അതായത് സാജിദ് ജൂട്ട് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനിയെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏൽപ്പിച്ചത്. കാരണം ഇയാളെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ മുൻ കമാൻഡർ കൂടിയായിരുന്നു. അപ്പം ഇയാൾക്ക് ഉത്തരവാദിത്വം നൽകിയതിൽ പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻകാരായ ആളുകളെ അല്ലാതെ മറ്റാരെയും ഈ ഉദ്യമത്തിൽ ഉൾപ്പെടുത്തരുത്, ഒരു കാരണവശാലും ഈ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ചോർന്നു പോകരുത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ മുൻ സ്പെഷ്യൽ ഫോഴ്സിലെ കമാൻഡറായ സുലൈമാനാണ് ഈ ആക്രമണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തത്. സുലൈമാൻ എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലേക്ക് ഏതാണ്ട് 2022 കശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്നത്. ആ 2022 അവിടേക്ക് നുഴഞ്ഞു കയറുന്നതിന് മുമ്പ് തന്നെ ഇയാൾക്ക് പ്രത്യേകമായ പരിശീലനം കൊടുത്തു. ലഷ്കർ എ തോയ്ബയുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അതായത് പഞ്ചാബ് പ്രവിശ്യയിലുള്ള മുരുത്കയിലെ LET ക്യാമ്പിൽ കൊണ്ടുവന്നാണ് ഇയാൾക്ക് പരിശീലനം നൽകിയത്. ഈ പരിശീലനം ഏതാണ്ട് പൂർത്തിയായതിന് ശേഷമാണ് ഇയാളെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. ഇതിനിടയിലാണ് 2023 പൂഞ്ചിൽ ഈ ആർമിക്ക് നേരെ ഒരു ആക്രമണം നടത്തിയത്. അന്ന് ഇന്ത്യക്കാരായ 5 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിലും സുലൈമാന് കൃത്യമായ റോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾ അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ പിന്നീട് ലഷ്കർ എ തോയ്ബ ഇയാളെ കൃത്യമായി അവിടെ നിന്ന് മാറ്റി. പിന്നീട് ഇയാളെക്കുറിച്ച് കേൾക്കാനില്ലായിരുന്നു. 2 വർഷം കഴിഞ്ഞ് പഹൽഗാം ആക്രമണ സമയത്ത് മാത്രമാണ് സുലൈമാൻ്റെ റോള് വ്യക്തമായത്. ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് സുലൈമാന് ഇക്കാര്യത്തിൽ നിർണായകമായ പങ്കുണ്ടായിരുന്നു. കൂടാതെ ഇയാൾക്കൊപ്പം തോക്കുമായി ആക്രമണം നടത്തിയ മറ്റ് 2 പേർ, അതും പാകിസ്ഥാനികളാണ്. ഇവരുടെ വിശദ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഹാഷിം മൂസ, അലിബായ് എന്ന് പറയുന്ന 2 പേർക്ക് ഇതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇത് നേരത്തെ NIA അന്വേഷിച്ചപ്പോഴും കണ്ടെത്തിയതാണ്. എന്നാൽ ഇവരുടെ പൂർണ്ണ പങ്കാളിത്തത്തെക്കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നില്ല. ഒരു പക്ഷേ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായിരിക്കാം. അപ്പോൾ സുലൈമാൻ ഈ പഹൽഗാം ആക്രമണത്തിൽ നിർണായക പങ്ക് വഹിച്ചു എന്നുള്ളത് ഇവിടെ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പഹൽഗാമിലെ ബട്കോഡയിൽ നിന്ന് പർവേസ് അഹമ്മദ് ജോദർ എന്നയാളെയും ഹിൽ പാർക്കിൽ നിന്ന് ബഷീർ അഹമ്മദ് ജോദർ എന്നയാളെയും പിടികൂടിയിരുന്നു. ഇരുവരും ഈ ആക്രമണകാരികൾക്ക് സഹായം ചെയ്തു കൊടുത്തു. അപ്പോൾ ഇരുവരും ജമ്മു കാശ്മീർ സ്വദേശികളാണ്. അപ്പോൾ പർവേസ് അഹമ്മദ് ജോദർക്കും ബഷീർ അഹമ്മദ് ജോദർക്കും കൃത്യമായിട്ട് ഇവരിൽ എന്തോ ഭീകരവാദ പ്രവർത്തനം ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുമായിട്ട് പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമായിരുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുംബൈ ആക്രമണത്തിന് സമാനമായ ഒരു ആക്രമണമാണ് പദ്ധതി ഇട്ടത്. അതിൽ തന്നെ ജമ്മു കാശ്മീരികളായ ആളുകളെ പങ്കെടുപ്പിക്കരുതെന്നും പറഞ്ഞു. എന്നാൽ ഈ LETയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദേശികളായ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പാക് ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ചാര സംഘടനയാണ് ഇത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇത് നടപ്പാക്കാനായിട്ട് ലഷ്കർ ഇ തോയ്ബയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ജമ്മു കശ്മീരികളായ അല്ലെങ്കിൽ പ്രദേശവാസികളായ ആൾക്കാരെ ഇതിൽ ഉൾപ്പെടുത്തരുത്. ഏതെങ്കിലും കാരണവശാൽ അവർ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഈ സംഭവത്തിന് ശേഷം ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയോ ചെയ്താൽ ഗൂഢാലോചനയുടെ വിവരങ്ങളൊന്നും ചോർന്നു പോകരുതെന്നും പാകിസ്ഥാന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പാകിസ്ഥാനികളെ മാത്രം ആക്രമണത്തിൽ പങ്കാളികളാക്കിയത്.
അപ്പോൾ ഇവിടെ സാജിദ് ജൂട്ടിൻ്റെ പങ്കും സുലൈമാൻ്റെ പങ്കും എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാനിലെ ചില രാഷ്ട്രീയക്കാർക്കും ഇതിൽ നിർണായക റോളുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരുന്നില്ല. സൈന്യത്തിലെ ചില ആളുകൾക്ക് ഇതിൻ്റെ ആസൂത്രണത്തിൽ കൃത്യമായ പങ്കുണ്ടായിരുന്നു. ആ പേരുകളും ഇപ്പോഴും പുറത്തു വിടുന്നില്ല. അപ്പോൾ ആർക്കൊക്കെ പങ്കുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് പുറത്തേക്ക് വിടുന്നു. അതായത് ലഷ്കർ ഇ തോയ്ബയാണ് ഈ ആക്രമണം നടത്തിയതെന്ന് പഹൽഗാം അറ്റാക്കിന് ശേഷം അറിയാൻ പാടില്ല. അതിനുവേണ്ടി അവരുടെ ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ എടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ ആക്രമണം നടന്നതിന് ശേഷം ഉടൻ റെസിസ്റ്റൻസ് ഫ്രണ്ട് പറയുകയാണ് ഞങ്ങളാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞാൽ പഹൽഗാമിൻ്റെ ഉത്തരവാദിത്തം ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഇങ്ങനെ മുന്നിലേക്ക് നിർത്തണമെന്നുള്ളത് പാകിസ്ഥാൻ ഭരണ നേതൃത്വത്തിൻ്റെ പാകിസ്ഥാനിലെ ISIയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഇവരെ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പർവേസിനും ബഷീറിനും ഈ 3 തോക്കുധാരികൾക്ക് തീവ്രവാദ ബന്ധമുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു. പക്ഷേ ഇവർ ഈ വിവരം പുറത്തു പറയാതെ അവർക്ക് വേണ്ട ഭക്ഷണം, ആഹാരം, ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുത്തു. അതായത് ആക്രമണം നടക്കുന്ന ആ ദിവസത്തിന് 2 ദിവസം മുമ്പ് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് ഇവരാണ്. അതിന് പ്രത്യുപകാരമായി ഈ ഭീകരവാദികളിൽ നിന്ന് പണം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും ലഭിച്ചു. ഇതിന് ശേഷമാണ് നമ്മൾ മെയ് 7-ാം തീയതി ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കുന്നത്. അതിലൂടെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലേക്ക് തന്നെ സൈനിക ഭീകര പരിശീലന കേന്ദ്രങ്ങളും ആർമി ബേസുകളും ഒക്കെ നമ്മൾ തകർത്തിരുന്നു. അപ്പം നമ്മൾ കൃത്യമായിട്ട് അന്വേഷണം നടത്തിയതിന് ശേഷമാണ് ലഷ്കർ ഇ തോയ്ബയ്ക്കാണ് ഇതിനകത്ത് കൃത്യമായ പങ്കെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അവരുടെ സൈനിക കേന്ദ്രങ്ങളെ തെരഞ്ഞുപിടിച്ച് നമ്മൾ ആക്രമിച്ചത്. മാത്രമല്ല ISIക്കും സൈനിക മേധാവികൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആർമി ബേസുകളെ ആക്രമിച്ചത്. ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ ഈ റിപ്പോർട്ടിലുണ്ട്. ഇത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ഏതാനും മാധ്യമങ്ങൾക്ക് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചില സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാക് സൈന്യവും ലഷ്കർ ഇ തോയ്ബയും ISIയും ചേർന്നാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2022 ജമ്മു മേഖലയിലേക്ക് ഈ പറയുന്ന സുലൈമാൻ, അതായത് പഹൽഗാം ആക്രമണത്തിൽ നേതൃത്വം വഹിച്ച ആളെന്ന് പറയുന്ന ആൾ, ഇയാൾ നുഴഞ്ഞു കയറാൻ എത്തുകയാണ്. അപ്പോൾ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത് അയാൾ അവിടുത്തെ പരിശീലനം എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം കൃത്യമായിട്ട് ഇവിടേക്ക് വരുന്നു. ഇതിനിടയിൽ പൂഞ്ചിലുള്ള ആർമി ട്രക്കിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇയാൾ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം മറ്റു ഭീകരവാദികളുടെയൊക്കെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിപ്പോൾ പുറത്തു വിടുന്നില്ല എന്നാണ് ഡിഫൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും പർവേസ് അഹമ്മദ് ജോദർക്കും ബഷീർ അഹമ്മദ് ജോദർക്കും ഈ കൃത്യനിർവഹണത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെയുള്ള ആക്രമണമാണ് നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്കറിയില്ലായിരുന്നു. മാത്രമല്ല ഇവരുടെ കയ്യിൽ തോക്കുണ്ടെന്നും ഇവർക്ക് ഭീകരവാദ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും ഇവർക്കറിയാമായിരുന്നു. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഭീകരവാദികൾ ഇവർക്ക് പണം നൽകിയത്. കാരണം ഇങ്ങനെ പണം നൽകിയാൽ ഈ ലഷ്കർ ഇ തോയ്ബയുടെ ആൾക്കാരാണ് ഇവർ എന്നുള്ള ഒരു ചിത്രം ഇവരിൽ നിന്ന് തന്നെ ആദ്യം മറച്ചു വെക്കാം. എന്നിട്ട് ഇവർക്ക് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന് ഒരു പക്ഷേ പിടിക്കപ്പെട്ടാൽ ഇവർ പറയാം. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പങ്കാളി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഒരു കളി കളിച്ചത്. അപ്പം ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിന് നേരെ ഒരു ആക്രമണം നടത്തണം, അല്ലെ ആ മേഖലയിൽ വലിയ ആക്രമണം നടത്തണം. കാരണം ഇതൊരു പാർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മുംബൈയിൽ നടത്തിയതുപോലെ ഒരു വലിയ ഭീകരാക്രമണം നടത്തി 100-ലധികം പേരെ കൊല്ലണമെന്നാണ് അവർ ലക്ഷ്യമിട്ടത്. ആ രീതിയിലുള്ള തന്ത്രം എന്തായാലും ഫലപ്രദമായില്ല. പക്ഷേ ജമ്മു കാശ്മീരിലെയും അല്ലെങ്കിൽ ഇന്ത്യയിൽ കഴിയുന്നുവെന്ന് കരുതപ്പെടുന്നതുമായ ഭീകരവാദികളെ ഒന്നും തന്നെ ഈ ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പാകിസ്ഥാൻ കൃത്യമായി നിർദ്ദേശം നൽകി. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു കാരണവശാലും അവരുടെ ഗൂഢാലോചനയിൽ ഒരു പാളിച്ച ഉണ്ടാകരുത്. അവരുടെ പ്ലാൻ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടി പാകിസ്ഥാൻ വംശജരായ ആൾക്കാരെ മാത്രം ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നു. പകരം താമസത്തിനും ഭക്ഷണത്തിനും ലോജിസ്റ്റിക് സൗകര്യത്തിനും വേണ്ടി മാത്രം ഈ പ്രദേശവാസികളുടെ സഹായം തേടുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ സുരക്ഷാ ഭടന്മാർക്ക് അവിടെ യാതൊരുവിധ സൂചന പോലും ലഭിക്കാതിരുന്നത്. അത് കൃത്യമായിട്ട് മുതലെടുക്കാൻ പാകിസ്ഥാന് സാധിച്ചു. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഭരണകൂടത്തിന് സമർപ്പിക്കുന്നത്. അതിൻ്റെ ചില സൂചനകൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. എന്തായാലും NIA കഴിഞ്ഞ മാസം തന്നെ ഈ ജോദർ, അതായത് പർവേസ് അഹമ്മദ് ജോദറിനെയും ബഷീർ അഹമ്മദ് ജോദറിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ സുലൈമാനും സാജിദ് ജൂട്ടിനുമുള്ള പങ്കും സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. ഇവിടെ ഹാഷിം മൂസയും അലിബായിയെ ഒരു സംശയത്തിൻ്റെ
മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. കാരണം ഇവരുമായി ബന്ധപ്പെട്ട മറ്റ് ചില കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോകണം. മാത്രമല്ല സുലൈമാനും പാകിസ്ഥാൻകാരായ 2 പേരും ആക്രമണം നടത്തിയവർ അവർ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കൊടുക്കാനുള്ള ആസൂത്രണം, ഇവരെ കൊടുക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ടാണ് പല വിവരങ്ങളും രഹസ്യമാക്കി വെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.